നിങ്ങളുടെ കുട്ടിയെ കഴിഞ്ഞ മാസം എത്ര തവണ ഡോക്ടറെ കാണിക്കേണ്ടി വന്നു? പനി, ജലദോഷം ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും അസുഖം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ചെളിയിൽ കളിച്ചിരുന്നു, മഴയിൽ കളിച്ചിരുന്നു. പക്ഷെ ഇത്രയും അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാ ഇന്നത്തെ കുട്ടികൾക്ക് ഇത്രയും അസുഖങ്ങൾ വരുന്നത്? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള പ്രധാന കാരണങ്ങളെ കുറിച്ചാണ്. ഇവയിൽ പലതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ വീഡിയോയിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളും ജീവിത രീതികളും പരിചയപ്പെടാം. ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങളുടെ കുട്ടികളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോഷക സമൃദ്ധമായിട്ടുള്ള 3 റെസിപ്പികളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അവ മിസ്സാക്കരുത്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ആദ്യം രോഗപ്രതിരോധ ശേഷി എന്നാൽ എന്താണ്? അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനമാണ്. വൈറസുകൾ, ബാക്ടീരിയകൾ, അണുബാധകൾ ഇതെല്ലാം നമുക്ക് ചുറ്റും അന്തരീക്ഷത്തിലുണ്ട്. ഇവയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ഈ പട്ടാളക്കാർ സ്ട്രോങ് ആണെങ്കിൽ രോഗങ്ങൾ വരില്ല. ഈ പട്ടാളക്കാർ വീക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരും. ഒരു 20-30 വർഷം മുമ്പുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഇന്നത്തെ പല കുട്ടികളിലും ഈ പ്രതിരോധ ശേഷി കുറവാണ്. ഇത് എന്തുകൊണ്ടാ? നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ മണിക്കൂറുകളോളം പുറത്ത് കളിച്ചിരുന്നു. ചെളി പിടിച്ച കൈകളും ചെളി പിടിച്ച കാലുകളും അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നാൽ ഇന്നത്തെ കുട്ടികളോ? ഇന്നത്തെ കുട്ടികൾ കൂടുതൽ സമയം വീടിനുള്ളിൽ കഴിയുന്നവരാണ്. സ്ക്രീനുകൾ, ടാബ്, ബുക്ക്, പെന്ന് ഇവയോടൊപ്പമാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പുറത്ത് കളിക്കുമ്പോൾ കയ്യിൽ ചളിയാവും, പൊടിയുണ്ടാകും. ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് സ്വയം പരിശീലിക്കാനുള്ള അവസരങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് അതില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് അതിനെ നേരിടാൻ പറ്റുന്നില്ല. മറ്റൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇന്നൊരു ചെറിയ പനി വരുമ്പോഴേക്കും ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നവരാണ് പലരും. കൂടിയ രോഗാവസ്ഥയിൽ ആന്റിബയോട്ടിക്കുകൾ നിർബന്ധമായിരിക്കും. എന്നാൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം നല്ലതല്ല. ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയ പോലും നശിപ്പിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മോശം ഭക്ഷണ രീതിയാണ്. പണ്ട് കുട്ടികളിൽ പോഷകക്കുറവ് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നത്തെ പോഷകക്കുറവ് ഇങ്ങനെയാണ്. ഫാസ്റ്റ് ഫുഡും സ്നാക്കുകളും പല കുട്ടികളെയും ഭക്ഷണത്തിന്റെ വലിയൊരു ഭാഗമായി മാറിയിരിക്കുന്നു. ആവശ്യമുള്ള പോഷകങ്ങൾ കഴിക്കുന്നില്ല. എന്നാൽ ആവശ്യമില്ലാത്തത് ഷുഗർ കൂടിയ മിഠായികൾ, ബിസ്ക്കറ്റുകൾ, കേക്കുകൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അതായത് സാൻഡ്വിച്ച്, ബർഗർ, ബ്രോസ്റ്റ്, കൂൾ ഡ്രിങ്ക്സ് ഇവയെല്ലാം ഒരുപാട് കഴിക്കുകയും ചെയ്യുന്നു. പോഷകങ്ങളുടെ അളവ് കുറവായിരിക്കും, അതുപോലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ഇത് രോഗപ്രതിരോധ സംവിധാനത്തിന് ഒട്ടും നല്ലതല്ല. നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾക്ക് ബലം നിലനിർത്താൻ വേണ്ടിയിട്ട് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ആരോഗ്യകരമായ കൊഴുപ്പുകളും എല്ലാം അത്യാവശ്യമാണ്. അതുപോലെ വൈറ്റമിൻസും മിനറൽസും ധാരാളം ആവശ്യമാണ്. അടുത്ത കാരണം ഉറക്കമില്ലായ്മയാണ്. ഇന്നത്തെ കുട്ടികൾ പോലും കുറച്ചു ഉറങ്ങുകയും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കാത്തൊരു വാക്കായിരിക്കും ടെൻഷൻ. എന്നാൽ ഇന്ന് സ്കൂള്, സ്ക്രീനുകൾ, സോഷ്യൽ മീഡിയ ഇവയിൽ നിന്നുള്ള സമ്മർദ്ദം കുട്ടികൾക്കും ഉണ്ട്. ശരിയായ ഉറക്കമില്ലായ്മയും നിരന്തരമായിട്ടുള്ള ടെൻഷനുകളും രോഗപ്രതിരോധ ശേഷിയെ വളരെയധികം കുറയ്ക്കുന്നുണ്ട്. ശരീരത്തിന് റിപ്പയറിംഗ് നടത്താൻ, അതുപോലെ ശക്തി വർദ്ധിപ്പിക്കാനും വിശ്രമം അത്യാവശ്യമാണ്. ശരീരത്തിന്റെ വിശ്രമമാണ് ഉറക്കം. മറ്റൊരു കാരണം വളരെ ശുചിയായ അന്തരീക്ഷമാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. വളരെ ശുചിയായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ദോഷകരമാവാം. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ? രാവിലെ സ്കൂളിലേക്ക് പോകും. അത് വീട്ടിൽ നിന്ന് മുറ്റത്ത് നിന്ന് സ്കൂൾ ബസ്സിൽ കയറിയിട്ടാവും പോകുന്നുണ്ടാവുക. ആ ബസ് സ്കൂൾ മുറ്റത്ത് വന്നിറങ്ങും. ചില സ്കൂളുകളിൽ AC സൗകര്യങ്ങൾ ഉണ്ടാവും. മുറ്റം ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ വളരെ ക്ലീൻ ആയ അന്തരീക്ഷത്തിലാണ് വളരുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ചുറ്റുപാടുകളുമായി ഇടപഴകി ശീലിക്കണം. അല്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ സംവിധാനം ശരിയായി വികസിക്കില്ല. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? കുട്ടികളെ കുട്ടികളായി ഇരിക്കാൻ അനുവദിക്കുക.
അവരുടെ ശരീരം പഠിക്കട്ടെ. ഓരോ മുറിവും മൂക്കൊലിപ്പും അവരുടെ രോഗപ്രതിരോധ സംവിധാനത്തിനുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങളാണ്. ഇനി എങ്ങനെ നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തണം, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാ കുട്ടികളും നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. ആദ്യത്തേത് സിട്രസ് പഴങ്ങൾ, അതായത് മാമ്പഴം, നാരങ്ങ, നെല്ലിക്ക, പേരയ്ക്ക എന്നിവ. ഇവയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് അസുഖങ്ങളെ തടയാനും അസുഖങ്ങൾ വന്നാൽ വേഗത്തിൽ സുഖപ്പെടാനും സഹായിക്കുന്നു. ഇതെങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം? ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആയിട്ട് കൊടുക്കാം, നാരങ്ങ വെള്ളമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തേൻ നെല്ലിക്കയൊക്കെ കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. അടുത്തത് നട്ട്സ്, സീഡ്സ്, അതായത് ബദാം, കാഷ്യൂ, ചിയ സീഡ്സ്. ഇവയെല്ലാം ബ്രെയിനിന്റെ വളർച്ചയ്ക്കും അതുപോലെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി വർദ്ധിക്കാനും വളരെ നല്ലതാണ്. ഇവയിൽ സിങ്കും ആന്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അവരുടെ ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം? ഈ ബദാമൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഈവനിങ് സ്നാക്ക് ആയിട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ലഡു ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ എനർജി ബാസ് ഉണ്ടാക്കി കൊടുക്കാം. അടുത്ത ഭക്ഷണം പച്ചക്കറികളാണ്. ചീര, ക്യാരറ്റ്, ബ്രക്കോളി ഇവയെല്ലാം ഭക്ഷണത്തിൽ ധാരാളമായിട്ട് കൊടുക്കണം. കാരണം ഇതിലെല്ലാം വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, അതുപോലെ അയൺ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെജിറ്റബിൾ സൂപ്പ് ആക്കിയിട്ടും കളർഫുൾ ആയിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചപ്പാത്തി റോളാക്കി അതിനുള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ച് കൊടുക്കുക. അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് വെളുത്തുള്ളി, അതുപോലെ മഞ്ഞൾ. രണ്ടും പവർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആണ്. അത് ഇൻഫെക്ഷനെയും ഇൻഫ്ലമേഷനെയും ഇല്ലാതാക്കും. ഇവ നിങ്ങൾക്ക് രാത്രി പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. പയറിലും സൂപ്പിലും ചട്നിയിലും എല്ലാം വെളുത്തുള്ളി ചേർത്തും കൊടുക്കാം. അടുത്തത് തേനാണ്. അതിന് ആന്റി ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ട്. അത് ബാക്ടീരിയകളെ നശിപ്പിക്കും. അതിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശ്രദ്ധിക്കുക, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തേന് കൊടുക്കേണ്ടതില്ല. അടുത്തത് തൈര്. തൈര് നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നമ്മുടെ ഗട്ടിലെ, വയറിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കും. ശക്തമായ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയും ചെയ്യും. ഉച്ചത്തെ ഭക്ഷണത്തിന്റെ കൂടെ തൈര് കൊടുക്കുന്നത് ശീലമാക്കുക. രാത്രി കൊടുക്കേണ്ടതില്ല. ഫ്രൂട്ട് യോഗേർട്ടുകൾ കിട്ടാനുണ്ട്, അതും കുട്ടികൾക്കായിട്ട് കൊടുക്കാം. അടുത്ത ഭക്ഷണം പ്രോട്ടീനുകളാണ്. അതായത് മുട്ട, പയറുവർഗ്ഗങ്ങൾ, പനീർ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ മസിലുകൾ ഉണ്ടാവാൻ അത്യാവശ്യമാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനും പ്രോട്ടീനുകൾ വേണം. ഇവ എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം? വേവിച്ച മുട്ടകൾ കുട്ടികൾക്ക് കൊടുക്കാം, പനീർ ബുർജി ഉണ്ടാക്കി കൊടുക്കാം. പയറ് ചോറ് കോമ്പിനേഷൻ വളരെ നല്ല ഓപ്ഷനാണ്. പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മധുര പലഹാരങ്ങൾ കഴിക്കുന്നത്, അങ്ങനെ കഴിക്കണം എന്ന് തോന്നുന്നത് കുറയാൻ സഹായിക്കും. അടുത്ത് പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതും എന്നാൽ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ മറന്നു പോകുന്നതായിട്ടുള്ള ഒന്നാണ് നെയ്യ്. ഇതിനു മുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് കാണുക. ഇതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് വെറും വയറ്റിൽ കുട്ടികൾക്ക് 1 ടീസ്പൂൺ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അടുത്തത് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു 3 റെസിപ്പികൾ പരിചയപ്പെടാം. ഫസ്റ്റത്തേത് റെയിൻബോ സ്മൂത്തി. ഇതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ റെഡ് ലെയറിൽ സ്ട്രോബെറിയും പഴവും തേങ്ങാവെള്ളവും ചേർക്കാം. അടുത്ത ലെയറിൽ ഓറഞ്ച് കളറിനായിട്ട് മാംഗോയും പഴവും തേങ്ങാവെള്ളവും ചേർക്കുക. യെല്ലോ ലെയറിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ചേർക്കാം. ഗ്രീനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചീരയുടെ ഇലയും പഴവും ചേർക്കാം. അടുത്ത പർപ്പിൾ കളറിന് വേണ്ടിയിട്ട് ബ്ലൂബെറി ചേർക്കാം. സ്ലോ ആയിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ റെയിൻബോ സ്മൂത്തി ഉണ്ടാക്കാം. നിങ്ങളുടെ യുക്തി അനുസരിച്ച്, മക്കളുടെ ഇഷ്ടമനുസരിച്ച് പലതരം ഫ്രൂട്ട്സുകൾ ചേർത്ത് നിങ്ങൾക്കിത് അവർക്ക് കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാവുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ നോക്കുക. പലതരത്തിലുള്ള പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണിത്. അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ലഡു. ഈ നെയ്യിൽ ബദാം, പിസ്ത, കാഷ്യൂ എന്നിവയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള സീഡ്സ് എടുക്കാം. ഡേറ്റ്സും ആഡ് ചെയ്യാം.
എന്നിട്ട് ചെറിയ ബോളാക്കി റോൾ ചെയ്തെടുക്കുക. ഇതും കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അടുത്തത്, കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള വളരെ നല്ല മാർഗമാണിത്. ഭക്ഷണം വളരെ പവർഫുൾ ആണെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ അത് മാത്രമല്ല, കുട്ടികളിൽ ശക്തമായ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള മറ്റ് സ്മാർട്ട് ഹാബിറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കുട്ടികളെ ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് പ്രതിരോധ കുത്തിവെപ്പുകൾ. വാക്സിനുകൾ ശരീരത്തെ ഹാനികരമായ അണുക്കളെ തിരിച്ചറിഞ്ഞ് അവയോട് പോരാടാൻ പഠിപ്പിക്കുന്നു. ഈ അണുക്കൾ നമ്മളെ ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ. ഇത് നിങ്ങളുടെ കുട്ടിയെ ശരീരത്തെ സൂപ്പർ ഹീറോ ആയി പരിശീലിപ്പിക്കുന്നത് പോലെയാണ്. ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ വയസ്സിലും കൊടുക്കേണ്ട വാക്സിനുകൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുക്കുക. അടുത്തത്, അവരെ പുറത്ത് കളിക്കാൻ സമ്മതിക്കുക. സൂര്യപ്രകാശത്തിൽ നിന്ന് കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കിട്ടേണ്ടതുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് കളിക്കുക എന്നുള്ളത് ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. ദിവസവും ഒരു 30 മുതൽ 60 മിനിറ്റ് വരെ കുട്ടികളെ പുറത്ത് കളിക്കാൻ സമ്മതിക്കാം. അടുത്തത്, അവർക്ക് ശരിയായ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നല്ല ഉറക്കം ശരീരത്തെ റീചാർജ് ചെയ്യുന്നു. അടുത്തത്, വെള്ളം കുടിക്കലാണ്. കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഓരോ രക്ഷിതാക്കളും ഉറപ്പാക്കണം. അത് അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും നിർബന്ധമാണ്. അവരെ എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കാൻ സഹായിക്കുക. ആരോഗ്യത്തോടെ ഇരിക്കുക. സ്ട്രെസ് കുട്ടികളെയും ബാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അവരെ റുട്ടീനുകളെല്ലാം ലൈറ്റ് ആക്കി കൊടുക്കുക. അവരോട് സംസാരിക്കുക. ചിരിക്കാനും ക്രിയേറ്റീവ് ആക്കാനും നമ്മൾ അനുവദിക്കുക. ഇമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, പല ദിവസങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്നതാണ്. ഭക്ഷണത്തിലും ഉറക്കത്തിലും റുട്ടീനിലുമുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് നമ്മുടെ കുട്ടികളെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ശക്തമാക്കണം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വിവരങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്കായി മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.